ഇന്ന് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നാച്ചുറലായിട്ടുള്ള ഓയിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് തുളസി ഇല, കുറച്ച് പനിക്കൂർക്കയുടെ ഇല, ആര്യവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് ചെമ്പരത്തി പൂവാണ്. കുറച്ച് വെളിച്ചെണ്ണയും അധികം എക്സ്ട്രാക്റ്റും ചേർത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് സോപ്പിന് വേണ്ടിയിട്ടായിട്ടുള്ളത് കൊണ്ട് വെളിച്ചെണ്ണ കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. ഓരോന്നും മിക്സിയിലൊന്ന് കറക്കി വെളിച്ചെണ്ണയിലിട്ട് ഒരു ചീനച്ചട്ടിയിൽ മിനിമം ചൂടാക്കി ഒന്ന് വെള്ളം വറ്റി വരുമ്പോൾ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഞാൻ അരിപ്പയിലാണ് അരിച്ചത്. തുണിയിലരിക്കുകയാണെങ്കിൽ വളരെ ക്ലിയറായിട്ട് എണ്ണ കിട്ടും. വളരെ കുറച്ച് എണ്ണയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. സോപ്പ് ഉണ്ടാക്കാൻ ഞാൻ 100 ഗ്രാം സോപ്പ് ബേസാണ് എടുത്തത്. അത് ചെറുതാക്കി കട്ട് ചെയ്ത് ഡബിൾ ബോയിലിൽ മെൽറ്റ് ചെയ്യാൻ വെച്ചു. അത് മെൽറ്റാകുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നീം ഓയിൽ 1.5 ml, പിന്നെ ഗ്ലിസറിൻ ഞാൻ ശംഖുപുഷ്പം ഇട്ട് വെച്ച ഗ്ലിസറിനാണ്, അത് 4-5 തുള്ളി. അതുകൂടാതെ ഒരു ക്യാപ്സൂൾ വിറ്റമിൻ ഇ കൂടെ ചേർത്ത് വെക്കണം. അത് മെൽറ്റ് ചെയ്ത് അത് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഇത് മിക്സ് ചെയ്യുക. അതിനുശേഷം എസൻഷ്യൽ ഓയിൽ ഞാൻ ചേർത്ത് ടീ ട്രീ ഓയിൽ 3-4 തുള്ളി ചേർത്ത് സെറ്റ് ചെയ്യാൻ മോൾഡിൽ ഒഴിക്കുക. പിന്നീട് ഉണ്ടാക്കിയത് തുളസിയുടെ സോപ്പാണ്. സെയിം പ്രോസസ്സ് തന്നെ. അതിൽ ചേർത്ത എസൻഷ്യൽ ഓയിൽ ഇലാങ് എന്ന ഓയിലാണ്. എല്ലാം സെറ്റ് ചെയ്താൽ വെച്ച് എല്ലാം ഭംഗിയായി തന്നെ കിട്ടി. തുളസിയുടെ സോപ്പിനാണ് കൂടുതൽ സ്മെല്ല് കിട്ടിയത്. താങ്ക് യു.